അസ്സാം വലൈക്കും. സോയാ ചങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാവും എന്നെപ്പോലെ. ഞാൻ ഇഷ്ടമല്ലായിരുന്നു, ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഞാൻ വെജ് ബിരിയാണി വെച്ചതിന് ശേഷം സോയാ ചങ്ക്സ് എനിക്ക് ഓക്കെയാണ്, ഞാൻ കഴിക്കും. അപ്പോൾ ഞാൻ അന്ന് വെച്ചതിൻ്റെ ബാക്കി സോയാ ചങ്ക്സ് കുറച്ച് ഇരിപ്പുണ്ടേ, അപ്പം അത് വെച്ചിട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കുവാണ്. കറിയല്ല, ഒരു പെരട്ട് പോലെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സോയ ചങ്ക്സ് എത്രയാണെന്ന് വെച്ചാൽ അതൊരു ബൗളിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കുക. നമുക്കതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് ചതച്ച് വെച്ചേക്കണം. അതൊരു സൈഡിലോട്ട് അങ്ങ് ഇരിക്കട്ടെ. ഒരു സ്പൈസ് പൗഡർ വേണേ. അതിന് വേണ്ടിയിട്ട് കുരുമുളക്, വലിയ ജീരകം, കുഞ്ഞു ജീരകം ഇതൊക്കെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതും ഒരു സൈഡിലോട്ട് അവിടെ ഇരുന്നോട്ടെ. വെളിച്ചെണ്ണയിൽ നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റില്ലേ അതിനെടുത്ത് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം. എരി പുകയൊക്കെ ഈ സമയത്ത് വരും, അതൊക്കെ സഹിച്ച് വേണം നിങ്ങൾ വഴറ്റിയെടുക്കാനായിട്ട്. നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോൾ നമ്മുടെ സവോളയില്ലേ, സവോള ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അളവൊക്കെ കൊടുക്കാം കേട്ടോ. 3 സവോള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോഴത്തേനും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ തക്കാളി, ഞാനിവിടെ 3 വലിയ സവാള, 2 തക്കാളി എന്ന് പറയുമ്പോൾ വലിയ തക്കാളി ഒരെണ്ണം, ചെറിയ തക്കാളി ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഇതിൻ്റെ ഒപ്പം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. വഴറ്റി നല്ല രീതിയിൽ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വരണം. ഇച്ചിരി സ്ലോ കുക്ക് ചെയ്ത് ഇതിനെ വഴറ്റിയെടുക്കണം. നമ്മൾ വലിയ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവെത്തുമ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഇല്ലേ, വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി സെറ്റാക്കി ഇതിലോട്ടങ്ങ് ആക്കി കൊടുക്കണം. നമ്മുടെ സോയാ ചങ്ക്സിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ വഴറ്റണം. പയ്യെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് എല്ലായിടത്തും മസാല ഇങ്ങനെ പറ്റിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സോട്ട് ചെയ്ത് വഴറ്റി എടുക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്പൈസ് പൗഡറില്ലേ, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പൗഡർ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതും സെയിം പ്രോസസ്സ് തന്നെ. എല്ലായിടത്തും ഈ മസാല എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ല ക്ലിയർ ചെയ്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിത് തോന്നി. ഭയങ്കര ഡ്രൈ ആയി പോയോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വെള്ളമൊക്കെ ഒഴിക്കാം. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. അതായത് മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് ഒരു പൊടിക്ക് ഇച്ചിരി കൂടി നിൽക്കണം നമ്മുടെ മല്ലിപ്പൊടിയുടെ ഒരു സംഭവം. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ കുറേ ഡ്രൈ ആയി പോയി, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഞാൻ ഇച്ചിരി പെരട്ട് പോലെ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ. ഇപ്പം തന്നെ നമ്മുടെ ബീഫൊക്കെ വരട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലുക്കിലൊക്കെ നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് വെതറി എടുത്തു. നല്ല ചന്തത്തിലാണ് നമുക്ക് കിട്ടിയത് കാണാനായിട്ട്. ടേസ്റ്റും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആ മല്ലിയില ഞാൻ അൽഹംദുലില്ലാഹ് മോള് തുമ്മി, അപ്പോൾ സെറ്റായി കിട്ടി. അപ്പോൾ ഞാനിത് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, നല്ല ബീഫ് വരട്ടിയ മാതിരിയുണ്ട്. ബീഫ് പോലല്ല, ബീഫിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റുണ്ട്, സോയയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സുർജിക്ക് പിന്നെ നോൺ വെജ് നിർബന്ധമാണ്, എന്തെങ്കിലുമൊക്കെ സൈഡിൽ നോൺ വെജ് വേണം. അതുകൊണ്ട് നോൺ വെജ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചത് കാരണം ഞാൻ 2 മുട്ട പുളിസയാക്കി സൈഡിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത്രയും റിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഹൈസ ബൈ പറയുകയാണ്. ബൈ, ചുമ്മാ അവിടെ ഒന്നും പറയുകയല്ല, അവൾ വെറുതെ കളിക്കുകയാണ്. ബൈ, അസ്സലാമു അലൈക്കും.